ഞാനുള്ളത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ താൽക്കാലികമായി പ്രവർത്തിക്കുന്ന ക്യാമ്പിലാണ്. ഈ ക്യാമ്പിൽ ഏതാണ്ട് 161ഓളം കുട്ടികളുണ്ട്. ഈ കുട്ടികളിൽ ചിലർ നമ്മളോട് അവർക്ക് ചില കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്താണ് കുട്ടികൾ നിങ്ങൾക്ക് വേണ്ടേ? ഞങ്ങൾക്ക് ബുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടേ. ബുക്ക് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ബുക്കാണ് വേണ്ടേ? ഞങ്ങൾക്ക് പടം വരയ്ക്കണ ബുക്കുകൾ, പെൻസില്, പെന്ന, പിന്നെ മറ്റേ ബാർബിൻ്റെ കളറൊക്കെ അടിക്കണ ബുക്കിൽ ചിത്രങ്ങൾ കളർ അടിക്കണ ബുക്കുകൾ, പെൻസില്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണം. എന്തൊക്കെയാ വേണ്ടേ? എനിക്ക് കളർ ബുക്ക്, പിന്നെ വരക്കണ ബുക്ക്, ഡ്രോയിങ് പെൻസിലൊക്കെ വേണം. ടോയ്സ് എന്തെങ്കിലും വേണോ നിങ്ങൾക്ക്? അറിയില്ല. ടോയ്സ് വേണം. ടോയ്സ് ഒക്കെ എനിക്ക് മതി. നിങ്ങളിവിടെ എത്ര കുട്ടികളാണ് ഏകദേശം? കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ബുക്കും കാര്യങ്ങളൊക്കെ വേണം? അവർക്കാർക്കും ഇല്ല, എല്ലാവർക്കും വേണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ നിലവിൽ ബുക്കും കളർ പെൻസില്, ടോയ്സ് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മതി? ബാക്കിയൊക്കെ ഇല്ലേ? ബാക്കിയൊന്നും ഇല്ല. ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടി. ഞങ്ങൾക്ക് പഠിക്കാനുള്ള തന്നെ മാത്രം മതി. ഇവിടുത്തെ കുട്ടികൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് ആവശ്യം പ്രധാനമായി? ഞങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വന്നതാണ്. ഞാനൊരു അധ്യാപകനും കൂടിയാണ്. ഞാൻ കുറ്റിപ്പുറം ഒരു സ്പെഷ്യൽ സ്കൂളിലെ അധ്യാപകനാണ്. അപ്പോൾ ഇവിടെ വന്ന സമയത്ത് കുട്ടികളോട്ട് സംസാരിച്ച സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് മെൻ്റലി സ്ട്രെസ്സ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് പുസ്തകങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് എല്ലാ മേഖലയിലും ആളുകൾ പലതും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇവരെ മെൻ്റലി സ്ട്രെസ്സ് കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണങ്ങളും ഇല്ല. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കളിക്കോപ്പുകൾ, മറ്റുള്ള കാരണങ്ങളൊന്നുമില്ല. ഇവിടെ സംസാരിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ വെറുതെ ഇരുന്ന് മടുത്തു പോയി, അല്ലെങ്കിൽ ഈ ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് അവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, കുറച്ച് പുസ്തകങ്ങൾ, കളർ പെൻസിലുകൾ, അതേപോലെ തന്നെ പെയിൻറ്റിങ് മെറ്റീരിയൽസുകൾ, അങ്ങനെയുള്ള രസകരമായ പുസ്തകങ്ങളിലൊക്കെ വായിക്കാൻ പറ്റും. ചെറിയ ചെറിയ കുട്ടികൾക്ക് വായിക്കാനും അവർക്ക് എൻഗേജ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള കാരണം. പ്രത്യേകിച്ച് അവർ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കാണുന്നത് ഇങ്ങനെയുള്ള വലിയ ഭീകരമായ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ അവർ വന്ന് പെട്ടിട്ടുള്ളത്. അതിൽ നിന്ന് അവർക്കൊന്നൊരു ഫ്രീ ആവാൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ച് പുസ്തകങ്ങൾ, ഏതെങ്കിലും സംഘടനകളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് പുസ്തകങ്ങൾ, കളർ പെൻസിലുകൾ, കുട്ടികൾക്കായിട്ടുള്ള മെറ്റീരിയൽസുകൾ, ചെറിയ ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊന്ന് ചെറിങ്ങനെ അവരെ ബോഡി അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള ടോയ്സുകൾ ഒക്കെ കിട്ടുകയാണെങ്കിൽ വലിയൊരു ഹെൽപ്പായിരുന്നു. ഈ മേപ്പാടി ഗവൺമെൻറ് എച്ച്.എസ്.എസിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്കൂളിലേക്ക്, ഈ ഒരു ക്യാമ്പിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ കളർ ചിത്രങ്ങൾ, കളർ പെൻസിലുകൾ, ചെറിയ ചെറിയ ടോയ്സുകൾ, അങ്ങനെ ഇവർക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ഒരു നടപടി ഉണ്ടാകണം എന്നാണ് ഇവരുടെ ഒരു ആവശ്യം. കാരണം ഇത്രയും ഒരു വലിയ ഉരുൾപൊട്ടൽ, അതിനെ അതിജീവിച്ച ആളുകളാണ്. ആ ഒരു മാനസിക സമ്മർദ്ദം, ഇത് അവരുടെ മനസ്സിലുണ്ട്. അതിൽ നിന്ന് ഒരു അല്പമെങ്കിലും ആശ്വാസം കിട്ടാൻ അവർക്ക് ഇച്ചിരി കളർ ചിത്രങ്ങൾ ഒക്കെ, അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുന്ന പുസ്തകങ്ങൾ ഒക്കെ ആവശ്യമാണ്. ആരെങ്കിലും ഇത് ഇവിടെ എത്തിക്കും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ കുട്ടികൾ ഇവിടെയുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു വിമലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ.